കോടതി വിധികളെ നമുക്ക് വിമർശിക്കാം, കോടതി ജഡ്ജിയുടെ കണ്ടക്റ്റിനെ വിമർശിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ കോടതി വിധികളെ വിമർശിക്കുന്നു. ഈ കോടതി വിധികളാണ് ഇന്ന് കേരളത്തിൽ റാഗിംഗ് നടത്താൻ SFIക്കാർക്ക് പരസ്യമായ ലൈസൻസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ കോട്ടയത്ത് നടന്ന സംഭവങ്ങൾ പോലും ഈ വിധിയുടെ വെളിച്ചത്തിൽ ഈ അക്രമകാരികൾക്ക് സംരക്ഷണം ഉറപ്പാവും. കേരളത്തിൽ ആര് റാഗിംഗ് നടത്തിയാലും അവർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുന്ന നിലയാണ് ഇന്ന് ഈ വിധികളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും കേരളത്തിൽ ഇനി റാഗിംഗ് തടയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ്. എങ്ങനെ നമ്മൾ നമ്മുടെ കുട്ടികളെ കോളേജിലേക്ക് അയക്കും? ഇങ്ങനെ റാഗി ചെയ്ത് കുട്ടികളുടെ ആത്മവീര്യത്തെ തകർക്കുകയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന SFIക്കാർക്ക് പൂർണ്ണ സംരക്ഷണം സർക്കാരും പോലീസും കൊടുക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന ആ റാഗിങ്ങുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഈ മുഴുവൻ ആളുകളെയും പോലീസ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിന് കീഴിലായിരിക്കണം അവരുടെ അന്വേഷണം നടക്കേണ്ടത്. ഇത്തരം കോടതി വിധികൾ വന്നാൽ നാളെ ആർക്കും ആരെയും റാഗി ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് പ്രതികൾ എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നാളെ സിദ്ധാർത്ഥന്റെ 1ാം വാർഷികമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് ഈ മൂന്ന് വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട്, 2 CBIയുടെ റിപ്പോർട്ട്, 3 2 വിധിന്യായങ്ങൾ. ഇത് നിങ്ങൾ പത്രലേഖകർ ലോകത്തെ അറിയിക്കണം. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നു. ഈ പ്രതികൾക്ക് മുഴുവൻ, SFIക്കാർക്ക് മുഴുവൻ ഇന്ന് പൂർണ്ണ സ്വതന്ത്രരായി നാട്ടിൽ നടക്കാവുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. സിദ്ധാർത്ഥന്റെ മാതാവും പിതാവും ഇന്ന് എന്നോട് കണ്ണുനീരോടെ പറഞ്ഞ കാര്യമാണ്. അതാണ് എനിക്ക് നിങ്ങളിലൂടെ ഈ സമൂഹത്തെ അറിയിക്കാനുള്ളത്. CBI റിപ്പോർട്ടും ആന്റി സ്ക്വാഡിന്റെ റിപ്പോർട്ടും വളരെ വ്യക്തമാണ്. കോടതി വന്നപ്പോഴാണ് ഇത് പോയത്. എന്താണെന്ന് എനിക്കറിയില്ല. അതൊന്നും എനിക്കറിയില്ല. ഇതാണ് ഈ റിപ്പോർട്ട്. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടും CBIയുടെ റിപ്പോർട്ടും ഞാൻ നിങ്ങൾക്ക് തരാം. ജഡ്ജി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തരാം. നിങ്ങൾ തന്നെ ആലോചിക്കും, ഇത് ശരിയാണോ? ഡിവിഷൻ ബെഞ്ച് പോയില്ലായിരുന്നെങ്കിൽ മണ്ണുത്തി കോളേജിൽ ഈ കുട്ടികൾ പഠിക്കുമായിരുന്നു. ഈ ഗുണ്ടകൾ, സംസ്ഥാനത്തെ ഒരു മന്ത്രി വാസവൻ പറഞ്ഞു ഇതിനകത്ത് SFIക്കാരില്ലെന്ന്. തെളിവുകൾ സഹിതം ആളുകൾ പറയുന്നു ഇത് നേതൃത്വം കൊടുത്തൊരു വിദ്യാർത്ഥി, ഞാൻ പേര് പറയുന്നില്ല, SFIയുടെ നേതാവാണെന്ന്. ഒരു മന്ത്രി സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഇനി എന്ത് അന്വേഷണമാണ് പോലീസ് നടത്താൻ പോകുന്നത്? ഈ ജില്ലയിൽ നിന്നുള്ളൊരു മന്ത്രി തന്നെ ആ പ്രതികളെ സംരക്ഷിക്കുന്ന രീതിയിൽ പ്രസ്താവന കൊടുത്താൽ പിന്നെ എന്ത് അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്? അതെല്ലാം പരിശോധിക്കേണ്ട. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ തീരുമാനം റദ്ദ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേ കൊടുത്തു. വളരെ ദൗർഭാഗ്യകരമായ ഒരു വിധിയാണ് ഉണ്ടായത്. വളരെ വേദനാജനകമായ സംഭവമാണ് ഉണ്ടായത്. കേരളം മുഴുവൻ ഞെട്ടിത്തെറിച്ചൊരു സംഭവമാണ്. ആ പ്രതികൾ ഇന്ന് സ്വതന്ത്രമായി സുഖമായി ആ SFI പ്രതികൾ നാട്ടിൽ നടക്കുന്നു. അവർക്ക് പരീക്ഷ എഴുതാൻ പഠിക്കാനുള്ള സൗകര്യം കൂടെ കൊടുത്തത്. അത് ആ വീട്ടുകാർ നാട്ടിൽ പോയതുകൊണ്ടാണ് തൽക്കാലം അത് സ്റ്റേ കിട്ടിയത്. അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിൽ പോകാനുള്ള അവസരം ഉണ്ടായത് തന്നെ. അതുകൊണ്ട് നാളെ സിദ്ധാർത്ഥന്റെ 1ാം വാർഷികം കൂടിയാണ്. ദയവായി നിങ്ങൾ ഈ വസ്തുത സമൂഹത്തെ അറിയിക്കണം. ഇതൊരിക്കലും നടക്കാൻ പാടില്ല. പിന്നെ ആർക്ക് വേണമെങ്കിൽ റാഗി ചെയ്യാൻ പറ്റാത്തത്? ഈ കുട്ടികളെ റാഗി ചെയ്ത ആളുകളെ മുഴുവൻ ഈ കേസ് വെച്ചിട്ടാണെങ്കിൽ അവർ സ്വതന്ത്രമായി നടക്കാൻ അവർക്ക് ഒരു കുറ്റം ഉണ്ടാവില്ല. ഇന്നത്തെ പോലീസാണെങ്കിൽ അത്യന്തം ആദ്യം മുതൽ പോലീസ് എടുത്ത നിലപാടും തെറ്റായിരുന്നു. അതെ, ഇപ്പോൾ ഇവിടെ വന്ന് 2000 ഇവിടെ ആദ്യം തന്നെ FIR തന്നെ ഇനി തിരുത്തേണ്ട സമയം വന്നിരിക്കുന്നത്. 1 വർഷം പറഞ്ഞാൽ 2014 അല്ലേ, 10 വർഷം പഴയപ്പോൾ. അല്ല, ഈ ഹൈക്കോടതി വിധി അടിസ്ഥാനത്തിൽ ഒരു പ്രതിയും ശിക്ഷിക്കപ്പെടത്തില്ല. അതാണ് എന്റെ പോയിന്റ്.
കർശനമായ നിയമം ഉണ്ടാകണം. നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് അയക്കേണ്ടത്? പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർ 10-26 കുട്ടികളെ ഉള്ളതെന്നാണ് പറയുന്നത് അല്ലേ? അവിടുത്തെ പ്രിൻസിപ്പൽ ഉത്തരവാദിത്വമല്ലേ? അവിടെയുള്ള വൈസ് പ്രിൻസിപ്പൽ ഉത്തരവാദിത്വമല്ലേ? വാർഡൻ ഉത്തരവാദിത്വം? ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? 3 മാസമായിട്ട് ഈ കുട്ടികളെ റാഗ് ചെയ്യുമ്പോൾ ഇതൊന്നും നോക്കാതെ കാണാതിരിക്കുന്ന ഇവരെന്ത് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്? കുട്ടികളെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ പാട്ടിട്ട് വലിയ ഒച്ചത്തിൽ പാട്ടിട്ട് പോവുകയാണെന്നാണ് അവിടെ നിന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഈ 2 ഹൈക്കോടതി വിധികൾ നാട്ടിൽ ആരെയും റാഗ് ചെയ്യാൻ ഉള്ള പ്രേരണ നൽകുന്നു എന്നുള്ള ഗൗരവതരമായ ആരോപണമാണ് ഞാൻ ഉന്നയിക്കുന്നത്.